ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഗ്രീൻ പീസ് മസാല കറിയാണ് കേട്ടോ. ഇത് ചപ്പാത്തി, ഗോതമ്പ് ദോശ, പിന്നെ പുട്ട്, അപ്പം, ഇടിയപ്പം അങ്ങനെ എല്ലാത്തിനും പറ്റിയൊരു കോമ്പിനേഷനാണ് ഈ മസാലക്കറി. ഇന്നിവിടെ ഗോതമ്പ് ദോശ, അതിൻ്റെ കൂടെ ഒരു മാങ്ങ ചമ്മന്തി ഉണ്ട്. മാങ്ങ, നാളികേരം, ഉള്ളി, പച്ചമുളക് ഒക്കെ ചേർത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഗ്രീൻ പീസ് മസാല ഉണ്ടാക്കാനായിട്ട് ഗ്രീൻ പീസ് തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തി വയ്ക്കുക. അത് കഴുകി അതിലേക്ക് 2 തക്കാളി, 1 സബോള, പിന്നെ പച്ചമുളക് 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതൊക്കെ എരിവിനനുസരിച്ചിട്ട് എടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മുളക് പൊടി കുറവിടണത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ പച്ചമുളകും പിന്നെ കുരുമുളകും അതാണ് ഇതിൽ കൂടുതൽ ചേർക്കുന്നത്. പിന്നെ ഉപ്പിട്ടിട്ട് വെള്ളം നെകക്കെ വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. കുറേ വെള്ളം ഒഴിക്കണ്ട. എല്ലാ കഷ്ണങ്ങളും മുങ്ങിക്കിടക്കണം അത്ര വെള്ളം മതി. എന്നിട്ട് ഇത് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിൽ വരുമ്പോൾ സിമ്മിലിട്ട് 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഇത് നന്നായിട്ട് വെന്ത് കിട്ടിയത്. നന്നായിട്ട് വേവണം, നല്ല സോഫ്റ്റ് ആവണം ഗ്രീൻ പീസ്. പിന്നെ ഇതിലേക്ക് മസാല പൊടിക്കാനായിട്ട് കുരുമുളക് 2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചു. പിന്നെ ഗരം മസാല ആണെങ്കിൽ ഗരം മസാല ഇട്ടാൽ മതി. ഞാൻ ഗരം മസാലയല്ല, പെരിഞ്ജീരകം, പട്ട, ഗ്രാമ്പു, ഏലക്ക ഇത് 3ഉം കൂടെ പൊടിച്ചതാണ്. അത് നമ്മൾ ആവശ്യത്തിനുള്ളത് അപ്പം തന്നെ ഫ്രഷായിട്ട് പൊടിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഗരം മസാലയുള്ളവർ അത് ഇട്ടാൽ മതി. അങ്ങനെ അതേ ഗ്രീൻ പീസൊക്കെ വെന്ത് പ്രഷറൊക്കെ പോയി തുറന്ന് പാകമായിട്ടിരിക്കുകയാണ് കേട്ടോ. ഇനി അത് മൂപ്പിക്കണം. അതിൽ ഉള്ളി മൂപ്പിക്കണം. ഉള്ളിയും വെളുത്തുള്ളിയും വേണം കേട്ടോ. അതിൻ്റെ കാര്യം മറന്നു പറയാൻ. വെളുത്തുള്ളി, ഉള്ളിയാണ് ഇതിൽ മൂപ്പിക്കുന്നത്. അപ്പോൾ ഒരു 5-10 വെളുത്തുള്ളി, വലിയ ഉള്ളി, അതുപോലെ തന്നെ ചുമന്നുള്ളിയും ഒരു 5-10 എണ്ണം വലുത് തന്നെ. രണ്ടും വലിയ തന്നെയാണ് 5-10 എണ്ണം എടുത്തിരിക്കുന്നത്. അത് ചതച്ചിട്ട് ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. അപ്പോൾ ഈ ഉള്ളി മുരിയാൻ ഉള്ള അത്ര വെളിച്ചെണ്ണ ഒഴിക്കണം. ഏതോ ഓയിലായാലും കുഴപ്പമില്ല കേട്ടോ. അതൊഴിച്ചിട്ട് അതൊന്ന് മൊരിഞ്ഞൊരു 1/4 ഭാഗം ആവുമ്പോൾ നമ്മളതിൽ പൊടിച്ചു വെച്ച കുരുമുളക് ചേർക്കുക. അതും ചേർത്തിട്ട് ഒന്ന് മൊരിയുമ്പോൾ നമ്മൾ പിന്നെ ഗരം മസാലയും കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ പിന്നെ നമുക്കതിൽ മുളക് പൊടി, മല്ലിപ്പൊടി ഒന്നും ഇടണ്ടല്ലോ, അതൊക്കെ അവിടെ ഇട്ടിട്ടുണ്ട്. വേണമെങ്കിൽ ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. മല്ലിപ്പൊടി ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, മല്ലിപ്പൊടി ഇട്ടാലും കുഴപ്പമില്ല. അത് ഈ സമയത്താണ് ഇടുക, മല്ലിപ്പൊടി ഇടുമ്പോൾ കേട്ടോ, മൂപ്പിക്കുന്ന സമയത്ത്. ഞാനിപ്പോൾ മല്ലിപ്പൊടി ഇട്ടിട്ടില്ല. പിന്നെ നമ്മൾ ഇത് വേവിച്ച് വെച്ച ഗ്രീൻ പീസ് ഇതിലിട്ട് കൊടുക്കുക. അപ്പോൾ കുറച്ച് നല്ല തിക്കായിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പോൾ അതൊന്ന് ലൂസാക്കാനായിട്ട് കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിക്കുക. എന്നിട്ട് ഇളക്കി നല്ല തിളച്ച് വരുമ്പോൾ സിമ്മിലിടുക. ഇതൊക്കെ ഇങ്ങനെ തിളച്ച് വരുമ്പോൾ ഒന്ന് മൂടി വയ്ക്കുക. മൂടി വെച്ചിട്ട് സിമ്മിലിട്ട് ഒരു 3 മിനിറ്റും കൂടെ നേരം ഇതുപോലെ തിളപ്പിക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഗ്രീൻ പീസ് അടിയിൽ ഇങ്ങനെ കട്ട പിടിച്ച് കിടക്കുന്നുണ്ടോ എന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തോളാം. അപ്പോൾ അല്ലെങ്കിൽ ഏറ്റവും അടിയിൽ ഇങ്ങനെ കട്ടിയായിട്ട് ഇങ്ങനെ കിടക്കും. കാരണം ഭയങ്കര ലൂസാക്കാൻ പാടില്ല. അങ്ങനെ നമ്മുടെ ഗ്രീൻ പീസ് കറി റെഡിയായി. നല്ല മസാലയാണ് കേട്ടോ. അപ്പോൾ മല്ലിപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ആ കുരുമുളകും ഒക്കെ ഇടുന്ന സമയത്ത് ഇട്ട് കൊടുക്കുക കേട്ടോ, മൂപ്പിക്കാം. ഞാനിതിൽ ഇപ്പോൾ മല്ലിപ്പൊടി ചേർത്തിട്ടില്ല, വേണമെങ്കിൽ ചേർക്കാം, കുഴപ്പമില്ല, നല്ലത് തന്നെയാണ്. ഗോതമ്പ് ദോശ ഉണ്ടാക്കാനായിട്ട് നല്ലെണ്ണയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഞാൻ കട്ട കെട്ടാണ്ട് ഇതുപോലെ ലൂസായിട്ട് ഗോതമ്പ് ദോശ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം, ഞാൻ വെറുതെ പറയണമെന്ന് മാത്രം. അപ്പോൾ ആദ്യം തവ നന്നായിട്ട് ചൂടാവുക. പിന്നെ ഇതൊഴിക്കുന്ന സമയത്ത് തീ കുറച്ച് വയ്ക്കുക, അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പോൾ നമുക്ക് മറിച്ചിടാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. അതാണ് ഈ ഗോതമ്പ് ദോശയുടെ ഒരു പ്രത്യേകത. അത് സൂക്ഷിച്ചില്ലെങ്കിൽ ഇങ്ങനെ മറിച്ചിടാൻ പാടാം. പിന്നെ എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് മറിച്ചിടാം. ഇങ്ങനെ ബബിൾസൊക്കെ വരുന്ന പോലെ വരും. അപ്പോൾ അങ്ങനെ ആകുമ്പോഴാണ് ദോശ നന്നാവുക. അപ്പോൾ ഈ ഗ്രീൻ പീസ് കറിയും മസാല ദോശയല്ല, ഗോതമ്പ് ദോശയൊക്കെ കൂട്ടി ഉണ്ടാക്കി എല്ലാവരും കഴിച്ച് നോക്കുക, അഭിപ്രായം പറയുക. അപ്പോൾ ബൈ.